S3 signals S1 of t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 0 to 1. S2 of t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 to 2 minus 4 ആണ്. ആൻഡ് S3 of t എന്ന് പറഞ്ഞാൽ 0 to 3. ഇതായിരുന്നു നമ്മുടെ എസ് സിഗ്നലിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള S1 of t, S2 of t and S3 of t. നമുക്ക് കിട്ടിയ Φ1 of t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 to 1. ഇതായിരുന്നു നമ്മുടെ Φ1 of t. ആൻഡ് Φ2 of t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 to 2 -1. And Φ3 of t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 to 3 +1. So I hope up to this എല്ലാവർക്കും ക്ലിയർ ആവുന്നു. കാരണം ഇത് ക്വസ്റ്റ്യൻ പാർട്ടാണ്. ഇന്നലെ നമ്മൾ കണ്ടുപിടിച്ച ആൻസർ പാർട്ടാണ്. So we have to express this S1 of t in terms of this basis function. So S1 of t എന്ന് പറഞ്ഞാൽ എന്താ? ജസ്റ്റ് നോക്കുക. S1 of t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ Φ1 of t ന്റെ ജസ്റ്റ് ഡബിൾ ആണ്. ദാറ്റ് ഈസ് here 0 to 1 here it is 1. അപ്പോൾ S1 of t എന്ന് പറഞ്ഞാൽ എന്താ? Here 0 to 1 is 2. It's 2 times Φ1 of t. S1 of t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് S1 of t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഡബിൾ ആണ്. ഈ ഗ്രാഫിന്റെ ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് S1 of t കിട്ടുക. So S1 of t is nothing but 2 into Φ1 of t. So we have expressed the signal S1 of t in terms of this basis function. Clear ആണോ ഇത്? അഭിജിത്ത് ഇല്ലേ? അനുവിന്ദ് അനുവിന്ദ് ഇന്നലെ ആബ്സെന്റ് ആയിരുന്നില്ല. അപ്പം ജസ്റ്റ് ഇന്നലത്തെ ആ ഒരു ക്ലാസ്സിലൂടെ ഒന്ന് ജസ്റ്റ് ഗോ ത്രൂ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് വരുവാണെങ്കിൽ ചോദിക്കാം. സൗമ്യ ക്ലിയർ ആണോ ഇത്? സൗമ്യ മിസ് ക്ലിയർ ആണ്. ഓക്കെ. സോ S1 of t നമ്മൾ അങ്ങനെ എഴുതി. Now just look at S2 of t. S2 of t എന്താ? It's from 0 to 2. 0 to 2 -4 ആണ് S2 of t. So നമുക്കറിയാം 0 here we have only 1 to 2. അപ്പം ഈ 0 to 1 ഒരു ഇൻഫർമേഷൻ മിസ്സിംഗ് ആണ് ഈ S2 of t വരക്കാൻ വേണ്ടി. അപ്പോൾ ഇറ്റ്സ് സംതിങ് ഓഫ് Φ1 of t and Φ2 of t. കാരണം 0 to 1 we have Φ1 of t ഉള്ള ഡ്യൂറേഷൻ ആണ് 0 to 1 ഉള്ളത്. Φ2 of t ഉള്ള ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഫ്രം 1 to 2. സോ നമുക്ക് വേണ്ടുന്ന S2 of t നമുക്ക് വേണ്ടുന്ന ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 0 to 1 1 to 2, അതായത് ഓൾടുഗെദർ 1 to 2 ഡ്യൂറേഷനുള്ള ഗ്രാഫാണ്. സോ വി ക്യാൻ എക്സ്പ്രസ് ദിസ് S2 of t in terms of Φ1 of t and Φ2 of t. നമുക്ക് S2 of t ന 0 to 2 ഡ്യൂറേഷൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇതിന്റെയും അതായത് Φ1 of t Φ2 of t ഒരു കോമ്പിനേഷൻ ആയിട്ട് S2 of t നമുക്ക് മാറ്റി എഴുതാം. ക്ലിയർ ആണല്ലോ? അപ്പൊ S2 of t എന്ന് പറഞ്ഞാൽ സംതിങ് ഇൻറ്റു Φ1 of t പ്ലസ് സംതിങ് ഇൻറ്റു Φ2 of t. So here we have -4 and here we have +1 and -1. So ഇവിടെ 1 into -4 ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്രാഫ് ഉൾട്ടയായി വരും, അതായത് റിവേഴ്സ് ഓപ്പോസിറ്റ് ആയിട്ട് വരും. സോ we have to here we have minus value, so -4 into Φ1 of t. അപ്പോൾ നമുക്ക് ഈ ഒരു പോർഷൻ കിട്ടി, അതായത് 0 to 1 ഉള്ള പോർഷൻസ് നമുക്ക് കിട്ടി. 1 to 2 ഉള്ള പോർഷനിൽ നമുക്കറിയാം it already have Φ2 of t ഉണ്ട്. So we have to multiply -4. അല്ലെങ്കിൽ ജസ്റ്റ് ഹിയർ വി ഹാവ് ടു മൾട്ടിപ്ലൈ -4. കാരണം ഈ ഗ്രാഫ് S2 of t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഇൻ ദ മൈനസ് ഡയറക്ഷൻ. സോ വി ഹാവ് ടു മൾട്ടിപ്ലൈ ബൈ -4 ആൻഡ് Φ2 of t ഓൾറെഡി നമുക്കുള്ള ഗ്രാഫ് അല്ലെങ്കിൽ Φ2 of t എന്ന് പറയുന്നത് മൈനസ് ഡയറക്ഷനിലാണ്. സോ വി ഹാവ് ടു മൾട്ടിപ്ലൈ +4. സോ വി വിൽ ഗെറ്റ് S2 of t is nothing but -4 into Φ1 of t plus 4 into Φ2 of t. ക്ലിയർ ആണോ? ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? രോഹിത്
Rohit. Deepti. Clear? So, അങ്ങനെ നമ്മൾ S2 of t എഴുതി. S2 of t എന്ന് പറഞ്ഞാൽ in terms of phi1 of t phi2 of t. കാരണം അതിന് ഡ്യൂറേഷൻ 0 to 2 ആണ്. ആൻഡ് phi2 of t ക്ക് ഡ്യൂറേഷൻ 1 to 2 മാത്രമേ ഉള്ളൂ. അപ്പം 0 to 1 ഡ്യൂറേഷൻ ഉള്ള കാണാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആണോ? ടീച്ചർ ക്ലിയർ ആണ്. S3 of t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 to 3 ആണ്. So we have to combine 0 to 1, 1 to 2, 2 to 3. Phi1 of t, something into phi1 of t plus something into phi2 of t plus something into phi3 of t. So മൂന്നിന്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും. So here we have 3 ആണ്. So here it is in the positive direction and here we have plus 3. So 1 into 3, that is 3 into phi1 of t. So we have get the 0 to 1 ഉള്ള ഡ്യൂറേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. നെക്സ്റ്റ് phi2 of t, അത് മൈനസ് ഡയറക്ഷനിലേക്ക് ഉള്ളത്. സോ മൈനസ് അത് പ്ലസ് ആക്കാൻ വേണ്ടി we have to multiply by minus 3. So minus 3 into minus 1 into phi2 of t എന്ന് പറഞ്ഞാൽ 1 to 2 ലുള്ള duration നമുക്ക് കിട്ടിക്കഴിഞ്ഞു. നെക്സ്റ്റ് phi3 of t. Phi3 of t is already in the positive direction, so we have to multiply only with the 3. So 3 into phi3 of t. So this is the S3 of t representation. That is 3 into phi1 of t minus 3 into phi2 of t. So ഈ ഒരു പാർട്ട് നമുക്ക് കിട്ടി. Then 3 into phi3 of t. So ഈ ഒരു പാർട്ടും കൂടി കിട്ടി. അപ്പോൾ altogether we have represented this S3 of t. ഈ റെപ്രസെന്റേഷൻ എഴുതുന്നത് ക്ലിയർ ആണോ? ജസ്റ്റ് എല്ലാവരും ഒന്ന് മെസ്സേജ് ചെയ്യാം. ഈ റെപ്രസെന്റേഷൻ ക്ലിയർ ആണോ? ജസ്റ്റ് എല്ലാവരും ഒന്ന് മെസ്സേജ് ചെയ്യാം. ക്ലിയർ അല്ലാത്തവര് ക്ലിയർ അല്ല എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്യാം. യെസ് ഓർ നോ? പ്രസന്റ് ആയിരിക്കുന്നവർ എല്ലാവരും ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യാം. ഹിറ്റ്സു, ഹിറ്റ്സു, സോ നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞ രണ്ട് കാര്യങ്ങളും ചെയ്തു. അതായത് ഫസ്റ്റ് ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്തു. Next, we have expressed the signal in terms of orthonormal basis function. So, in the advanced orthogonalization procedure, question is to find the orthonormal basis function and to express the signal in terms of this orthonormal basis function. Next, ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ ഉള്ള രീതിയിൽ ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ കോൺസ്റ്റലേഷൻ ഡയഗ്രാം വരയ്ക്കാനുള്ളത്. നമ്മൾ മുന്നേ ഈ മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു കോൺസ്റ്റലേഷൻ ഡയഗ്രാം വരച്ചായിരുന്നു. So we have to here find the or draw the constellation diagram. So in order to draw the constellation diagram, we have to express this signal in terms of basis function. So S1 of t is 2 phi1 of t ആണ്. S2 of t we have obtained minus 4 phi1 of t plus 4 phi2 of t. And S3 of t is 3 phi1 of t minus 3 phi2 of t and 3 phi3 of t. നമുക്കറിയാം here we have 3 signals. അപ്പോൾ m value എന്ന് പറഞ്ഞാൽ 3 ആണ്. And here we have 3 orthonormal basis functions. So n is also equal to 3. So നമ്മുടെ condition satisfy ചെയ്തിട്ടുണ്ട്. That is n should be always less than or equal to m. Here n is equal to m. So that's our condition. Now we are going to draw the
constellation diagram. Constellation diagram, here this will be our orthonormal basis function. So, this is our orthonormal basis function. First, we have to represent S1 of t. S1 of t is so S1 of t it's 2, 5, 1 of t. That is here. S1 of t will be here. That is 2, 5, 1 of t. This is our S1 of t. And next S2 of t. S2 of t it's minus 4 S1 of t. That is minus 4 S1 of t plus 4 phi2 of t. So minus 4 plus 4. So this will be our S2 of t. And S3 of t is a 3D projection. It consists of 3 orthonormal basis function. Phi1 of t, phi2 of t, phi3 of t. So other than 3 phi1 of t. So it will be somewhere here. And here it is 3, then minus 3 phi2 of t. So plus 3 minus 3. And here we have 3 phi2 of t, phi3 of t. 1, 2, 3. So somewhere here. That is 3D projection S3 ഉണ്ടാവുക. ഇത് 2D, ഇത് നമ്മൾ ആക്സിസ് തന്നെ കിട്ടും. ഇത് 2D ആയിരിക്കും, ഇത് 3D പ്രൊജക്ഷൻ. കാരണം ഇതിന് 3 ആക്സിസ് അല്ലെങ്കിൽ 3 ആക്സിസ് ഇൻവോൾവ് ആണ്. ദാറ്റ് ഇസ് phi1 of t, phi2 of t and phi3 of t. സോ കോൺസ്റ്റലേഷൻ ഡയഗ്രാം വരയ്ക്കുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണെങ്കിൽ ജസ്റ്റ് ഒന്നുമില്ല, കോൺസ്റ്റലേഷൻ ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. കാരണം S1 of t അല്ലെങ്കിൽ എനി സിഗ്നൽ ഷുഡ് ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ദിസ് ഓർത്തോനോർമൽ ബേസിസ് ഫംഗ്ഷൻ. ഈ ഒരു orthonormal basis function കിട്ടിക്കഴിഞ്ഞാൽ you can simply draw the constellation diagram. Is there any problem with this constellation diagram? Okay. Ashwita. ഗോപിക, എല്ലാരെയും വിളിച്ച് ചോദിക്കാനാക്കണ്ട, ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യുക ക്ലിയർ ആണെങ്കിൽ. ഇവിടെ പ്രസന്റ് ആയിരിക്കുന്നവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് പറയാം, അല്ലെങ്കിൽ ക്ലിയർ ആണെങ്കിൽ ജസ്റ്റ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്യാം. സൗമ്യ ലെഫ്റ്റ് ആയോ? എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ടോ ആർക്കെങ്കിലും? എന്താ എല്ലാരും ഇങ്ങനെ ലെഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്? ഓക്കെ, അല്ല എന്റെ നെറ്റിന്റെ ഇഷ്യൂ ആണോ അതോ? സോ ഇതാണ് നമ്മുടെ ഗ്രാം-സ്മിത്ത് ഓപ്റ്റിമൈസേഷൻ പ്രൊസീജിയർ. സോ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ ഒരു പ്രോബ്ലം മനസ്സിലായി കഴിഞ്ഞാൽ ഇതിൽ വരുന്ന എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. സോ ഹിയർ നമുക്ക് വാല്യൂസ് തന്നിട്ടുള്ളതാണ്. നെക്സ്റ്റ് പ്രോബ്ലം 0 to t, അങ്ങനെ ടിയിൽ ഡ്യൂറേഷനിൽ തരുന്നത് എങ്ങനെയാണല്ലോ സോൾവ് ചെയ്യാന്നുള്ളത് ഞാൻ സോൾവ് ചെയ്തിട്ട് നിങ്ങൾക്ക് തരാം. ജസ്റ്റ് അത് നിങ്ങൾ നോക്കിയാൽ മതി. ആൻഡ് നെക്സ്റ്റ് നമ്മൾ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് transmission over additive wide Gaussian noise channel. മുന്നേ ഈ സിഗ്നൽ അനാലിസിസ് തുടങ്ങുന്ന സമയത്ത് we have drawn a block diagram for a digital communication system. So അതിലൊരു മെസ്സേജ് സോഴ്സ് ഉണ്ടായിരുന്നു, ഒരു ട്രാൻസ്മിറ്റർ ഉണ്ടായിരുന്നു, ഒരു ചാനൽ ഉണ്ടായിരുന്നു. ഈ ചാനലിലേക്ക് we have already told ഒരു additive wide Gaussian noise model ആണ്, and we have a receiver. So now we are going to learn about the transmission over this
channel, which is additive white Gaussian noise. So നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് ഈ മെസ്സേജ് സിഗ്നൽ, അതായത് ട്രാൻസ്മിറ്ററിൽ നിന്ന് വരുന്ന മെസ്സേജ് സിഗ്നൽ ഈ അഡിറ്റീവ് വൈറ്റ് ഗോസിയൻ നോയ്സ് ചാനലിലൂടെ പാസ് ചെയ്യാൻ ഉണ്ടായിരുന്ന കാര്യങ്ങളെ കുറിച്ച് പഠിക്കാൻ പോകുന്നത്. Here we have to assume that we are assuming that the transmitter sends digital information using M signal waveform. M signal waveform ആയിട്ട് transmitter ചാനലിലൂടെ digital signals in the form of M signal waveform ആയിട്ട് send ചെയ്യും. That is SM of T. But M in a value equal to 1, 2, 3, etc. up to M. Here each waveform is transmitted within the symbol interval of duration T. Here symbol interval is of duration T. Here the channel corrects the signal by adding white Gaussian noise. That is transmitted signal that is passed through a channel and this is our received signal. So the transmitted signal is corrected by the signal or by the noise signal. അതായത് നമ്മൾ ചാനലിനകത്തുള്ള ചാനൽ എന്ത് ചെയ്യും, നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത സിഗ്നലിനെ കറക്റ്റ് ചെയ്യും. ആൻഡ് ദിസ് കറക്റ്റ് ബൈ ആഡിങ് ദിസ് additive white Gaussian noise. ഈ additive white Gaussian noise nothing but N of T. ഈ N of T എന്ന് പറഞ്ഞാൽ additive white Gaussian noise ആണ്. സോ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത സിഗ്നൽ R of T is equal to SM of T ആയിരുന്നു. സോ അതായത് നമ്മുടെ മെസ്സേജ് സിഗ്നൽ അല്ലെങ്കിൽ മെസ്സേജ് സിഗ്നൽ R of T is nothing but SM of T ആണ്. സോ നമ്മൾ റിസീവ് ചെയ്യുന്ന SM of T നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ റിസീവ് ചെയ്യുന്ന സിഗ്നൽ R of T എന്ന് പറഞ്ഞാൽ it's nothing but SM of T plus N of T. Actually, it should be equal to R of T equal to SM of T ആയിരുന്നു. പക്ഷെ due to the channel corruption ഒരു നോയ്സ് ടേമും കൂടി ആഡ് അപ്പ് ആയി വരും. It is nothing but additive white Gaussian noise. So നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നൽ SM of T where M can take values from 1 to M over the symbol duration or symbol interval T, and due to the channel corruption a noise term get added with this transmitted signal. So our received signal will be R of T is equal to SM of plus N of T. So the received signal can be expressed in the interval 0 to T. We already പറഞ്ഞതാണ് symbol duration T ആണ്. So and can be expressed as R of T is nothing but, that is received signal is nothing but SM of T, which is our transmitted signal, plus N of T, that is the additive white Gaussian noise which added up with the transmitted signal. Here N of T is nothing but the sample function of additive white Gaussian noise. R of T but so SM of T plus N of T ആണ്. And N of T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it's a sample function of optimum receiver is used here. An optimum receiver for this can be subdivided into two parts, that is signal demodulator. So ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് optimum receiver ആണ്. So it consists of two parts, one signal demodulator and signal detector. ആദ്യം സിഗ്നലിനെ demodulate ചെയ്യും, പിന്നെ സിഗ്നലിനെ ഡിറ്റക്ട് ചെയ്യും. And going on to the receiver configuration എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ റിസീവർ സൈഡിൽ we have an optimum receiver, and optimum receiver
signal, it consists of two parts. First part is the signal demodulator, second is the signal detector. So the received signal it's first given to a signal demodulator, and next to detector, and output of the detector is given to output decision. Output decision, and detector output will be nothing but output decision. So optimum receiver ആണ് ഈ ഒരു purpose അല്ലെങ്കിൽ receiver side ഉള്ളത് optimum receiver ആണ്, and this optimum signal demodulator, and second part is the signal detector. So this is known as receiver configuration. This is the diagram or block diagram for receiver configuration. Our receiver configuration consists of two parts. First one is signal demodulator and second one is signal detector. Here the signal demodulator, what it do is it converts the received signal R of t into an n-dimensional vector. R equal to R1, R2, etc. Rn. Or n-dimensional vector like convert it. N is the dimension of the transmitted signal. N is the transmitted signal dimension. R of E signal demodulator it converts the received signal. Our received signal and the R of t ആണ്. R of t SM of t plus N of t ആണ്. The received signal R of t it's SM of t plus N of t, which is given to a signal demodulator, and the signal demodulator convert the received signal R of t into an n-dimensional vector. എവിടുന്ന കണക്ഷൻ പോയെ? അഭിജിത്ത് ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? അഭിജിത്ത് ഓ കട്ടായിട്ടൊന്നുമില്ല, എനിക്ക് കേൾക്കാം. ഓക്കെ, ആർക്കും കട്ടായിട്ടുണ്ടായിരുന്നോ? അല്ല, എന്റെ ഇവിടെ നെറ്റ്വർക്ക് ലോസ്റ്റ് ആയി, അതാ ചോദിച്ചേ. സൗമ്യ, ദീപ്തി, അരുൺ, അരവിന്ദ്? ഇല്ല മിസ്, കട്ടായ പോലും തോന്നിയിട്ടില്ല. Okay, so received signal R of t equal to nothing but SM of t plus N of t ആണ്. So received signal നമ്മൾ signal demodulatorലേക്ക് കൊടുക്കും. So ഈ R of t നെ signal demodulatorലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ is converted to into vector ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. That is nothing but R equal to R1, R2, R3, Rn എന്ന് പറഞ്ഞ വെക്ടർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. So ഇവിടെ n എന്ന് പറയുന്നത് ഇറ്റ്സ് നത്തിങ് ബട്ട് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നലിന്റെ ഡയമെൻഷൻ ആണ് n. So where n is the dimension of the transmitted signal. Now it is given to the detector. If the signal demodulator output in the vector form of this R of t, another number detector like so the detector takes the vector at the output of the demodulator, and based on it, it decides which n possible signal was transmitted. Detector the change, it takes the vector at the output of the demodulator. Output of the demodulator is vector quantity of R of t. So based on this vector quantity, it decides which m possible signal was transmitted. And the detector output is nothing but based on this decision. That is, either possible m signals either transmit detector തീരുമാനിക്കും, and output will be the decision of this detector. That's output decision. So is this clear? It's nothing but transmission over an additive white Gaussian noise channel. So we are transmitting our m signals, digital signals in the form of m signal waveform through this additive white Gaussian noise channel. So this so the signal get corrected, and so our received signal will be where the optimum receiver is used for this purpose. So receiver side, the received signal will be SM of t plus this N of t, which is the sample function of additive white Gaussian noise. That is the noise component കൂടി നമ്മൾ അയച്ച സിഗ്നൽ എപ്പോഴും ആഡ് ഓൺ ചെയ്യും. So
റിസീവർ സൈഡിൽ ഒപ്റ്റിമൽ റിസീവർ സൈഡിൽ രണ്ട് പാർട്ട് ഉണ്ടാവും. സിഗ്നൽ ഡിമോഡുലേറ്റർ ഉണ്ടാവും, സിഗ്നൽ ഡിറ്റക്ടർ ഉണ്ടാവും. ഈ സിഗ്നൽ ഡിമോഡുലേറ്റർ എന്ന് ചെയ്യാച്ചാൽ നമ്മൾ അയച്ചാൽ അത് നമുക്ക് കിട്ടിയ റിസീവ്ഡ് സിഗ്നലിനെ വെക്ടർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. ആൻഡ് ഔട്ട്പുട്ട് ഓഫ് ദ സിഗ്നൽ ഡിമോഡുലേറ്റർ എന്ന് പറഞ്ഞാൽ വെക്ടർ ഫോം ആയിരിക്കും. സോ ഡിറ്റക്ടർ എന്താ ചെയ്യാച്ചാൽ based on the signal demodulator output, that is a vector output, it makes decision ഏത് possible m signal ആയത് ട്രാൻസ്മിറ്റ് ചെയ്തതെന്നുള്ളത് ഡിറ്റക്ടർ ഡിസൈഡ് ചെയ്യും. ആൻഡ് ഔട്ട്പുട്ട് വിൽ ബി നത്തിങ് ബട്ട് ഔട്ട്പുട്ട് ഡിസിഷൻ ഓഫ് ദിസ് ഡിറ്റക്ടർ. ഇത്രയും ക്ലിയർ ആണോ? സ്പീഡ് കൂടുന്നുണ്ടോ? ഇല്ല. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണോ? എല്ലാവരും ജസ്റ്റ് മെസ്സേജ് ചെയ്യാം. ഹർഷല്ല ലെഫ്റ്റ് ആയോ? ഹർഷ് ഇല്ല. മനസ്സിലായില്ലോ ഹർഷിന്? ചന്ദ്രലേഖ വൈഷ്ണവി ജസ്റ്റ് ഇതിൽ പ്രസന്റ് ആയ ആൾക്കാർ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യുക. ഓരോ ആളെ പേര് വിളിക്കാൻ ആക്കണ്ട. മനസ്സിലായതായി ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു മൊഡ്യൂൾ അണ്ടർസ്റ്റാൻഡിങ് സബ്ജക്ട് അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാന്ന് പറയരുത്. അറ്റ്ലീസ്റ്റ് ഈ ഒരു മൊഡ്യൂൾ എങ്കിലും. സോ നെക്സ്റ്റ് ഈ സിഗ്നൽ ഡിമോഡുലേറ്ററിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ അവിടെ നിന്ന് നടക്കുന്നത് continuous additive wide Gaussian noise channel into vector channel. The received signal R of t നമ്മൾ വെക്ടർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. ഈ സിഗ്നൽ ഡിമോഡുലേറ്റർ കൊടുത്താൽ. സോ അവിടെ R of t എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നത്തിങ് ബട്ട് SM of t plus N of t ആണ്. അവിടെ നോയ്സ് കോമ്പോണന്റ് കൂടി ഉണ്ട്. സോ here it happens conversion of additive അല്ലെങ്കിൽ continuous wide Gaussian noise channel into vector channel. Continuous noise channel vector channel ലേക്ക് മാറും. Here R of t is converted into vector component ലേക്ക് കൺവേർട്ട് ചെയ്യും. R of t എന്ന് പറഞ്ഞാൽ എന്താ? SM of t plus N of t ആണ്. N of t എന്ന് പറഞ്ഞാൽ കൺവേർഷൻ ഓഫ് എഡിറ്റീവ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് എഡിറ്റീവ് വൈഡ് ഗോസിൻ ചാനൽ അതിന്റെ വെക്ടർ ചാനലിലേക്ക് കൺവേർട്ട് ആവും. സോ വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് ദ കൺവേർഷൻ ഓഫ് ദിസ് എഡിറ്റീവ് വൈഡ് ഗോസിൻ ചാനൽ ഇൻടു വെക്ടർ ചാനൽ when it pass through signal demodulator. So in vector conversion, this is our next topic. നമ്മളിപ്പം ട്രാൻസ്മിഷൻ ഓവർ വൈഡ് ഗോസിയൻ നോയ്സ് ചാനൽ പഠിച്ചു. അപ്പൊ ആ ഗോസിയൻ നോയ്സ് ചാനലിലേക്ക് പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലായി റിസീവ്ഡ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ SM of t plus N of t ആണ്. സോ റിസീവ്ഡ് സിഗ്നൽ നമ്മൾ ഒപ്റ്റിമൽ റിസീവറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ സിഗ്നൽ ഡിമോഡുലേറ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ റിസീവ്ഡ് സിഗ്നൽ ഈസ് കൺവേർട്ടഡ് ഇൻടു വെക്ടർ ഫോം. സോ റിസീവ്ഡ് സിഗ്നലില്ലാത്ത N of t അതായത് നോയ്സ് കോമ്പോണന്റും കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് മനസ്സിലാവും നോയ്സ് കോമ്പോണന്റും അതിന്റെ അല്ലെങ്കിൽ നോയ്സ് ചാനലും അതിന്റെ വെക്ടർ ചാനലിലേക്ക് കൺവേർട്ട് ആവുന്നുണ്ട്. സോ we are studying about the conversion of this continuous additive wide Gaussian noise channel into its vector channel. So a vector conversion may be realized using a demodulator. This demodulator may be either based on correlator or matched filter. നമുക്ക് ഡിമോഡുലേറ്റർ
It's either based on this matched filter or correlator. Correlator എന്ന് പറഞ്ഞാൽ എന്താ? ഈ മൊഡ്യൂളിലെ സ്റ്റാർട്ടിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. Correlator is nothing but product modulator followed by an integrator. Product modulator followed by an integrator. So a vector conversion is based on a demodulator in the basis of vector conversion നടക്കുന്നത്. അതുപോലെ G white Gaussian channel അതിന്റെ vector ചാനലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ആ conversion is based on demodulator, and the demodulator is of two types. അതായത് ബേസ് ചെയ്യുന്ന രണ്ട് ടൈപ്പ്, either correlator or matched filter. നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് demodulator based on correlator ആണ്. It's demodulation based on correlator. A demodulator based on this correlator is discussed here. Correlator based demodulator is discussed here. So conversion of additive white Gaussian noise channel to vector channel. Vector conversion is based on demodulator and demodulator രണ്ട് type ഉണ്ട്. അല്ലെങ്കിൽ രണ്ട് type ആയിട്ട് demodulator is based on two types, that is correlator and matched filter. So now here we are dealing with correlator or demodulator based on correlator, that is product modulator. So figure കൂടി വരച്ചിട്ട് wind up ചെയ്യാം. So this is our type signal demodulator, and this output of this is given. ഇതിന്റെ ഔട്ട്പുട്ട് നമ്മൾ എവിടെയാണ് കൊടുക്കുന്നത്? അതായത് സിഗ്നൽ ഡിമോഡുലേറ്ററിന്റെ ഔട്ട്പുട്ട് ഏതിലേക്കാണ് പാസ് ചെയ്യുന്നത്? എനിവൺ? ഇപ്പൊ പറഞ്ഞതാണ് സിഗ്നൽ ഡിമോഡുലേറ്ററിന്റെ ഔട്ട്പുട്ട് ഇതിലേക്കാ അഭിജിത്ത് ഓ ഒപ്റ്റിമം റിസീവർ ഡിമോഡുലേറ്റർ. ഇതാണ് നമ്മളിപ്പോ വരച്ച കോറിലേറ്റഡ് ടൈപ്പ് ഡിമോഡുലേറ്റർ. അതായത് ഡിമോഡുലേറ്റർ രണ്ട് ടൈപ്പ് ഉണ്ട്, ഒന്ന് കോറിലേറ്റർ ഉണ്ട്, മാച്ച്ഡ് ഫിൽട്ടർ ടൈപ്പ് ബേസ്ഡ് ഉണ്ട്. സോ വി ആർ ഡീലിംഗ് വിത്ത് കോറിലേറ്റഡ് ടൈപ്പ് ഡിമോഡുലേറ്റർ. ഈ കോറിലേറ്റഡ് ടൈപ്പ് ഡിമോഡുലേറ്റർ എന്താ ചെയ്യാ? സിഗ്നലിന് അതിന്റെ വെക്റ്റർ കമ്പോണന്റിലേക്ക് കൺവേർട്ട് ചെയ്യും. അത് എവിടത്തേക്കാ കൊടുക്കുന്നത്? ഈ നെക്സ്റ്റ് ബ്ലോക്ക്. ഇപ്പൊ ഈ ക്ലാസ്സിൽ വരച്ച ബ്ലോക്ക് ഡയഗ്രാം സിഗ്നൽ ഡിമോഡുലേറ്റർ ഉണ്ട്, അതിന്റെ ഔട്ട്പുട്ട് എവിടത്തേക്കാ കൊടുക്കുന്നത്? ഡിറ്റക്ടർ. അതായത് റിസീവ്ഡ് സിഗ്നൽ ഒപ്റ്റിമം റിസീവർ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അതിന് രണ്ട് പാർട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, സിഗ്നൽ ഡിമോഡുലേറ്ററും പിന്നെ ഡിറ്റക്ടറും. ഫസ്റ്റ് സിഗ്നൽ ഡിമോഡുലേറ്റർ ആണ്, അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ടൈപ്പ് ഡിമോഡുലേറ്റർ ആണ്. നെക്സ്റ്റ് അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഔട്ട്പുട്ട്, അതായത് ഇതിന്റെ ഔട്ട്പുട്ട് ഇസ് ഗിവൺ ടു ഡിറ്റക്ടർ. സോ ദ ഔട്ട്പുട്ട് ഇസ് ഗിവൺ ടു ഡിറ്റക്ടർ. So here we are multiplying R of t into phi1 of t, phi2 of t and phi3 of t. This is nothing but product modulator. Here part is product modulator, and this is our integrator. So here over the duration t, so 0 to t,
integrator. So this product modulator followed by this integrator is nothing but correlative receiver അല്ലെങ്കിൽ correlation type demodulator. That is correlator. With the product modulator followed by integrator is nothing but correlator. Product modulator followed by integrator. അതാണ് correlator എന്ന് പറയുന്ന block. So this is a correlated type demodulator ആണ് നമ്മൾ ഈ received signalനെ vectorലേക്ക് convert ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്, and അതിന്റെ output is given to a detector.